അങ്ങനെ രാത്രിയായപ്പോൾ റിസോർട്ട് എത്തി. ഉബുദിലാണ് റിസോർട്ട് ബുക്ക് ചെയ്തത്. ഉബുദ് റായ റിസോർട്ട്. ഞങ്ങൾ 4 പേർക്കും കൂടി 1,04,60,000 ഇന്തോനേഷ്യൻ റുപ്യ ആയി. നമ്മുടെ നാട്ടിൽ ഏകദേശം 56,000 രൂപ. ഫോർ എ 2 bedroom പ്രൈവറ്റ് പൂൾ വില്ല വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ 4 nights. ഇതാണ് റൂം. ഫുൾ ഡീറ്റെയിൽസ് നാളെ കാണാം. ഹലോ, അപ്പം നമ്മൾ ബാലിയിലെത്തി. മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ റൂമിലേക്ക് കയറി ഓട്ടോമാറ്റിക്കലി ഡോറ് തുറന്ന് ഓരോ സാധനം കാണിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ പ്രാക്ടിക്കലി ഇതൊന്നും പോസിബിൾ അല്ല. നട്ടപ്പാതിരക്ക് ഇവിടെ എത്തി. ഫുൾ ടയേർഡായിരുന്നതാ. ഇത് മൊത്താകെ മെസ്സി ആയി കിടക്കുക. നമുക്കൊന്ന് റൂം ടൂർ, മെസ്സി ആയിട്ട് റൂം ടൂർ ഒന്ന് കണ്ടാലോ. ഇത് കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെറ്റാണ്. പിന്നെ ഇവിടെ ഫാനും കാര്യമൊന്നുമില്ല, എ സിയിലാണ്. ബാത്റൂമും ഒക്കെ ഒരു റിട്രോ വൈബ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഇനി നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം. ഡോർ ഓട്ടോമാറ്റിക്കലി തുറയില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട് വന്ന് തുറന്നു തരുന്നതായിരിക്കും. ഗുൽജാസിം സിംഗ്. വിശാലമായ ഒരു പൂളിൻ്റെ അടുത്ത് ഉണക്കാനിട്ട ഒരാൾ. നല്ല പുറത്തൊക്കെ നല്ല അടിപൊളി. ഇവിടെ തന്നെ നമുക്ക് കെറ്റിലും ഫ്രിഡ്ജും ഒരു മിനി ഡൈനിങ് ഹാള്, കുക്ക് ചെയ്യേണ്ട സെറ്റപ്പ്, കുറച്ച് കട്ട്ലറീസ്, വാഷ് ബേസിൻ, അങ്ങനെയെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $50. അപ്പം ഇങ്ങനെയാണ് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാരുടെ റൂം ടൂർ വരിക. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ 7:30, ഇവിടെ 10 മണിയായി. ഇതായി കാണുന്ന സാധനം ഉറങ്ങി എണീച്ച് റെഡി ആയില്ല, അതുകൊണ്ട് ഇത്ര ലേറ്റായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല രസമുള്ള ഇൻറ്റീരിയറൊക്കെയാണ് ഇവിടെ. ഇവിടെ സൈക്കിൾ റൈഡൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ബഫറ്റ് ഏരിയ. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ബഫറ്റ് കഴിക്കാൻ പോവാണ്. ഡിലൈറ്റ് ചിക്കൻ കറി. ഡിലൈറ്റ് ചിക്കൻ കറി. ഇത് പരിപ്പാടല്ലേ? ഹോം മെയ്ഡ് വെജിറ്റബിൾ ആണ്, മുട്ടയല്ല. വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. ഇനി ഉബുദ് ഫുൾ നമ്മൾ ബൈക്കിലാണ് കറക്കം. റിസോർട്ടുകാർ തന്നെ സ്കൂട്ടി സെറ്റപ്പാക്കി തന്നു. ഇതാണ് വണ്ടി. ഒരു റിസോർട്ട് സ്റ്റാഫ് വന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. വണ്ടിയുടെ ഫുൾ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം തിരിച്ചു വരുമ്പോൾ വല്ല ഡാമേജും പറ്റി അവർ പറഞ്ഞാൽ നമുക്ക് പ്രൂഫ് വേണമല്ലോ. സോ ഒരു ബാക്കപ്പായിട്ട് ഞങ്ങൾ വണ്ടിയുടെ ഫുൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ ഇൻ്റർനാഷണൽ ലൈസൻസ് വേണം ബൈക്കൊക്കെ റെൻറ്റിന് എടുക്കാമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നാട്ടിലെ നോർമൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് പോവാം. അങ്ങനെ ബൈക്ക് എടുത്തിറങ്ങി. ഇതുപോലെയാണ് ഇവിടുത്തെ ഓരോ വീടുകൾ. ഇത് കാണുമ്പോൾ വീടാണോ അമ്പലമാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ചെറിയൊരു മണ്ണെണ്ണയൊക്കെ വിൽക്കുന്ന ഒരു കട പോലെ ഇല്ലേ. 1 ലിറ്റർ പെട്രോളിന് 50 രൂപയുള്ളൂ ഇവിടെ. അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് പോണ വഴി ഒരു സിം കൂടി എടുത്തു. ഇതൊരു ഇൻഫർമേഷനാണ്. ഇത് പ്രോ ആയിട്ടുള്ള ആൾക്കാർക്കല്ല, എന്നെപ്പോലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ്. നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പം ഇൻ്റർനാഷണൽ റോമിംഗ് റീചാർജ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു ലോക്കൽ സിം കൂടി എടുക്കുക. അങ്ങനെയാകുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റോമിങ്ങിന് നമുക്ക് ഡാറ്റ വളരെ കുറവാണ്. അപ്പോൾ ലോക്കൽ സിം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡാറ്റ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഡാറ്റ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ്റർനാഷണൽ റീചാർജ് ചെയ്യണം. കാര്യം എയർപോർട്ടിൽ ചിലപ്പോൾ വൈഫൈ ഉണ്ടായാലും നമുക്ക് കണക്ഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഊബർ വിളിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. സോ ഇൻ്റർനാഷണൽ ചെയ്യരുതെന്നല്ല, അതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. സിം എടുക്കുന്ന കടയുടെ ഓപ്പോസിറ്റ് കണ്ടതാണ് ഇതാ ഈ ഒരു കട. ഇത് നമ്മുടെ വീടുകളിൽ, പണ്ടത്തെ ഹട്ട് പോലത്തെ വീടുകളിലൊക്കെ മേൽക്കൂരയായി വെക്കുന്ന ഒരു സാധനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല, കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ലാൻഡഡ്. ഇവിടെ എവിടെ പോയാലും ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ എത്തി. ഒരിളനീര് കുടിക്കാൻ വേണ്ടി കയറിയിട്ടാണ്. അവിടുന്ന് ഇളനീര് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. 3 നോർമലും ഒരു തണുത്തതും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ
അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെ എവിടെയും കാണാനുണ്ടെങ്കിൽ, പക്ഷെ ഇവിടുത്തെ ടൂറിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഷോപ്പിംഗ് എന്തൂസ്റ്റിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് പൈസ കളയാനുള്ള ഇഷ്ടം പോലെ വകുപ്പുണ്ട്. ഇപ്പം ഞങ്ങൾ കഴിച്ച ആ ഒരു ഇളനീരിൻ്റെ പൈസ വന്നിട്ട് ഒരിളനീരിന് 35,000 ഇവരുടെ കറൻസി. അതായത് 4 എണ്ണത്തിന് മൊത്തം ഇന്ത്യൻ റുപ്പി 750 അടുപ്പിച്ച് വരും. എത്ര പൈസ എന്നല്ല, പക്ഷെ നല്ല രസമുണ്ട് സംഭവങ്ങളൊക്കെ കാണാൻ. ഇവിടെ ഇങ്ങനത്തെ ഫേമസ് ഫോട്ടോ സ്പോട്ടുകൾ കണ്ടോ. നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോയി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷ. അപ്പൊ ഞാൻ ബ്ലൂ ടൈഗയുടെ ഒരു SPF ജാക്കറ്റ് വാങ്ങിയിട്ട് ഇതൊക്കെ കവർ ചെയ്ത് വെക്കാണ്. ഒരു കൊടയുണ്ട്, തൊപ്പിയുണ്ട്, എന്നിട്ടും വെയിൽ നല്ലതായി കൊള്ളുന്നുണ്ടെന്നാണ്. ഇത് അവിടെ കണ്ടോ, അതാണ് നമ്മുടെ ഇവിടെ ഇവിടെ ഇതെങ്ങനെ കാണിക്കാം. ഫൈനലി കുറച്ച് സൈഡായിട്ട് ഇതാണ് നമ്മുടെ സ്ഥലം പോകേണ്ടത്. അവിടെ കൂടെ വന്നവര് ഫുഡിന്റെ കാര്യങ്ങൾ തപ്പാണ്. ഇവിടെ ഒരു റെസ്റ്റിംഗ് സ്പോട്ട്. അപ്പൊ സ്റ്റെപ്പൊക്കെ കയറി കഴിയുമ്പോഴേക്കും വണ്ടിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല പെട്രോളിനൊക്കെ ഇവിടെ ഭയങ്കര പൈസ കുറവാണ്. പക്ഷെ ഈ വണ്ടി ഓണാക്കാനും ഓഫാക്കാനും കറക്റ്റ് അറിയില്ല. ലഞ്ച് പഞ്ചാബി ഗ്രിൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോകുമ്പം ഉച്ചക്കൊക്കെ മിക്കവാറും ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഓപ്റ്റ് ചെയ്യുന്നത്. രാത്രി എന്തെങ്കിലും ഇറ്റാലിയൻ അല്ലെങ്കിൽ മെക്സിക്കൻ അങ്ങനെ എന്തെങ്കിലും തപ്പി കണ്ടുപിടിക്കും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് വന്നതാണ്. ഫുഡൊന്നും കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ചിക്കൻ ടിക്ക ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈമാണ് ചിക്കൻ ടിക്ക ട്രൈ ചെയ്യുന്നത്. നൈറ്റ് വീണ്ടും ബൈക്ക് എടുത്ത് ഇറങ്ങി ടൗൺ കാണാൻ. ഇതാണ് ആ സാധനം. ഇഷ്ടമായില്ല, ഇവക്ക് മാത്രമേ ഇഷ്ടമായിട്ടുള്ളൂ. എല്ലാത്തിനും ചാർപ്പുണ്ട്. പിന്നെ ഫുഡ് അടിച്ച് നേരെ റൂമിലേക്ക്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇവിടുത്തെ ബാലിയിലെ ഫേമസ് റൈസ് പാഡി ഫീൽഡ്സിലാണ്. അപ്പൊ ഇവിടെ ഒരുപാട് എന്താ പറയാ, ഈ ആക്ടിവിറ്റീസിന്റെ എൻട്രൻസിലേക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് ടൈപ്പ് ചാർജ് ഉണ്ട്. അപ്പൊ നമ്മൾ കയറിയതിന് മൊത്തം എത്രയായ ബില്ലൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് കയറാൻ പറ്റും. എന്നിട്ട് ഓരോ സ്ഥലത്തും ഓരോ സ്വിങ് ഉണ്ടാവും. കപ്പിൾ സ്വിങ്, സിംഗിൾ സ്വിങ്, അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നുണ്ടാവും. പിന്നെ നെസ്റ്റ് ഫോട്ടോ എടുക്കുന്ന നെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ഒരു പെർട്ടിക്കുലർ റൈസ് ഫീൽഡിലേക്ക് ഓരോ സൈഡിൽ നിന്ന് എൻട്രി ആണ്. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ വിചാരിച്ചത് ഓരോരുത്തർക്കും ഓരോ റൈസ് ഫീൽഡ് ഉണ്ടെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒരു സ്ഥലത്തേക്ക് പല ഭാഗത്തു നിന്ന് കയറാൻ പറ്റും. അത് ഓരോ കമ്പനിയുടേത്. നമ്മൾ റൈസ് ഫീൽഡെത്തി അത് കാണാം. ബാലി വന്ന സ്വിങ് കയറണം എന്നാണല്ലോ. പക്ഷേ എൻ്റെ കൂടെ വന്നവരെ സ്വിങ് കയറ്റി വിട്ടിട്ട് ഞാൻ നോക്കി നിൽക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. ബിക്കോസ് എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഫസ്റ്റ് അനഘയെ അവിയേട്ടനെ ഊഞ്ഞാലിൽ കയറ്റി വിട്ടു. പക്ഷേ അവർ പോയതിൽ നിന്ന് ഇത് അത്രയും പേടിക്കേണ്ട ഒരു സംഭവമല്ല എന്ന് തോന്നി. അങ്ങനെ ധൈര്യം സംഭരിച്ച് അവർ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ അവരുടെ ഇത് കഴിഞ്ഞിട്ട് ഞാനും കയറി നോക്കി. സംഭവം വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. സിംഗിൾ സ്വിങ് ആക്ച്വലി ഇതിൻ്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉന്തുന്ന പോസ് പോലെയാണ്. നമ്മൾ അവരുടെ അടുത്ത് സ്ലോ ആയിട്ട് ഉന്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതാണ് റൈസ് ഫീൽഡ്. ഇതൊക്കെ കാണാൻ എന്താ ഉള്ളത് എന്ന് ചിലരെങ്കിലും ചോദിക്കും. നമ്മുടെ നാട്ടിലില്ലാത്ത എന്താണ് ഇവിടെ ഉള്ളത്? ശരിയാണോ ചോദിച്ചാൽ ഓരോ നാട്ടിൽ ഓരോന്നല്ലേ. തട്ടായി കുന്നിൻ്റെ മുകളിൽ വെച്ചേക്കാണ് നമ്മൾ തേയിലൊക്കെ പോലെ. ഒന്നും നോക്കണ്ട, നല്ല കാറ്റൊക്കെ ഉണ്ട്.
റൈസ് ഫീൽഡിൽ നിന്ന് ഇറങ്ങി നേരെ ബ്രഞ്ച് കഴിക്കാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. എന്നിട്ട് റൂമിൽ പോയി യൂനോ ഒക്കെ കളിച്ചപ്പോഴേക്കും വീണ്ടും വിശന്നു. അപ്പോൾ വീണ്ടും ചെറുതായിട്ടൊരു ലഞ്ച് കൂടെ കഴിച്ചു. എന്നിട്ട് ഈവനിങ് ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് സ്പോട്ട് കാണാൻ ഇറങ്ങി. നമ്മൾ ബാലിയിലെ ഒരു ടെമ്പിൾ ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്നിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ബുക്കിറ്റ് ഹാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയില്ല, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയിൽ ആക്ച്വലി ബൈക്കൊക്കെ പോകും, പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് പറ്റിച്ചു. അവർ പറഞ്ഞു ബൈക്ക് പോകില്ല, സോ നടന്നു പോകും. ഇങ്ങനെ നല്ല തണുത്തൊരു വഴി കൂടെ നടന്നു പോകും. 2 വഴിയുണ്ട്, ഒരു സ്ലോപ്പായിട്ടുള്ളതുകൊണ്ട് സ്റ്റെപ്സും ഉണ്ട് വേണമെങ്കിൽ. ഞാൻ സ്ലോപ്പ് അത്ര പ്രിഫർ ചെയ്തില്ല, സോ സ്റ്റെപ്പ് വഴി നമ്മൾ എത്തിയിട ഒരു പാലം. റൂൾസാണ് അവരുടെ ഭാഷയിൽ. അമ്പലത്തിന്റെ പുറകിലെ സൈഡില് അത് കണ്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താണെന്നറിയില്ല. അപ്പൊ നമ്മൾ കുന്ന് കയറി മേലെ എത്തി. പക്ഷെ അതിന്റെ മേലെ നടന്ന് മടുത്തല്ലാണ്ട് ഒന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. കാര്യം ഇന്ന് വൈകുന്നേരം വലിയ ബാക്ക് പാക്ക് ഒന്നും എടുത്തില്ല, വെള്ളം എടുത്തില്ല. ഇനി ഇത് ഇത്ര നടക്കാണ്ടെന്ന് കരുതിയുണ്ടായിരുന്നില്ല. So we stopped going back. ദാ പോണത് കണ്ടോ, അതാണ് മൂവിങ് ബാർ. നമുക്ക് വെള്ളടിക്കാം, ടൗണും കാണാം, രണ്ടും നടക്കും. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ചെറുതായിട്ടൊരു സ്നാക്ക് ബ്രേക്ക്, ഒന്നല്ല പല കടകളിലെടുത്തു. അപ്പം നമ്മൾ ബാലിയിലെ റായ റിസോർട്ടിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കുട്ട എന്ന് പറയുന്ന കുട്ട ബീച്ച്, അങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഫുൾ ഡേ ഇവിടെ ബാലിയുള്ളിടത്തോളം ഇവിടത്തേക്കായിരുന്നു ബുക്ക് ചെയ്തത്, പക്ഷെ ഞങ്ങൾ മാറ്റി കുട്ടയിലേക്ക് മൂവ് ചെയ്യാണ്. പിന്നെ എയർപോർട്ടിൻ്റെ അടുത്തേക്കും അവിടെ നിന്നാണ് പോകാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 3 മണിക്കൂർ മുന്നേ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ദൂരമുണ്ട്. സോ എല്ലാം കൊണ്ടും അതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ 3-4 ദിവസത്തെ പൈസ കൊടുത്തില്ല, അപ്പോൾ ഒരു ദിവസം ക്യാൻസൽ ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല. പോയി ചോദിച്ചു നോക്കട്ടെ. ഓക്കെ, ബൈ. ചേച്ചി അവളുടെ ബർത്ത്ഡേ, രാത്രി ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പം നമ്മൾ പൂത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കുട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ടാക്സിക്ക് ഏകദേശം എത്ര പൈസ? ഇന്ത്യൻ റുപ്പി അല്ലേ? 4,000 rupees. നീ 4 സോറി 2,000 ഇവിടുത്തെ കറൻസി, അതായത് നാട്ടിലെ 4,000 രൂപയാവും. ഇവിടെ ഏകദേശം അതായത് ഇന്ത്യൻ റുപ്പി 2,000, ഇവിടുത്തെ കറൻസി 4 ലക്ഷം. ഞങ്ങൾക്ക് ഇപ്പോഴും ആ കറൻസി കറക്റ്റ് കത്തി തുടങ്ങിയിട്ടില്ല, പോവാണ് എന്നാലും കത്തിയിട്ടില്ല. 1 hour 16 minute ഇപ്പൊ മാപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ദൂരമുണ്ട്. നല്ല പൊരിഞ്ഞ വെയിലാണ്. ഇവിടെ നല്ല വെയിലാട്ടോ. നമ്മൾ വരുമ്പോൾ മഴയൊക്കെ ആണെന്നാണ് കാണിച്ചതെങ്കിലും മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാര്യമായിട്ട്. നല്ല വെയിലാണ്, ഇപ്പോഴും നല്ല വെയിലാണ്. നമ്മൾ അവിടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉബുദ് കുട്ട, ഇത് രണ്ടും ഇവിടുത്തെ ഒരു ഫേമസ് 2 ഏരിയാസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉബുദ് സൈഡാണ് ഡേ ടൈം വിസിറ്റിങ്ങിന് നല്ലത്. ഇവിടെയാണ് ഓൾമോസ്റ്റ് ഒരുപാട് വാട്ടർഫോൾസ് ഏരിയാസ് ഉള്ളത്. ഇവിടെയാണ് കുട്ട ഭാഗം പക്ക ബീച്ച് സൈഡാണ്. അപ്പം ബീച്ച് വൈബിന് വേണ്ടി ആ ഒരു സ്ഥലം പ്രിഫർ ചെയ്യുന്നതാവും നല്ലത്. അങ്ങനെ കുട്ടയിൽ ഹോട്ടലിലെത്തി. അപ്പം നമ്മൾ ചെക്ക് ഇൻ ടൈം പറയുന്നത് 2 മണിയാണ്. നമ്മുടെ റൂം ഫ്രീ ആയിട്ടുള്ള ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. സോ ഫുഡ് സാധനം അടച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാന്നുള്ളൊരു തീരുമാനമാണ്. ഇവിടെയുള്ള ഹോട്ടലിലെ ഫുഡ് നോക്കിയപ്പോൾ ഇവിടെ ഏഷ്യൻ ഫുഡ്സ് മാത്രമേ ഉള്ളൂ.
അപ്പം രാത്രി ബീച്ചിൽ ഇറങ്ങുമ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ കഴിക്കുക. സോ ഇപ്പം ഞങ്ങൾ ഇന്ത്യൻ കഴിക്കുക എന്നുള്ളൊരു ഡിസിഷനിലാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ഊബർ ഓടിച്ച് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പോവാം. ഒരു ബക്കറ്റ് ബിയർ തന്നെയല്ലേ ഇത്? ഒരു ബക്കറ്റ് ബിയർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പുറത്ത് പോയപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ട് ഇങ്ങനെ ഒരു ബാർ കം റെസ്റ്റോറൻറ്റ് നടത്താൻ പറ്റാതെ. ബിക്കോസ് നമ്മുടെ നാട്ടിലെ കുടിയന്മാർ ഏരിയ അലമ്പാക്കും. ഇവിടെ നോക്കി ഇവിടെ എത്ര പേര് വന്ന് കഴിക്കുന്നവരോ. ഇതിപ്പോൾ കാലിയെ കിടക്കാണ്, ഞങ്ങൾ വരുമ്പോൾ നിറയെ ആളുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നു, കുടിക്കുന്നു, പോകുന്നു, ഒരു കച്ചറിയില്ല. നമ്മുടെ അവിടെ എങ്ങനെയാണോ അടി പിടി, അങ്ങോട്ട് തോണ്ടൽ ഇങ്ങോട്ട് തോണ്ടൽ. അല്ല, ബൈ ദ വൈ ഈ ഷോപ്പ് ഒരു കണ്ണൂരുകാരൻ്റെ കേട്ടോ. അപ്പോൾ റൂം 2:30 ആയിട്ട് ഞങ്ങൾ പുറത്തുപോയി ഫുഡ് കഴിച്ച് വന്നിട്ടും റൂം സെറ്റ് ആയിട്ടില്ല. സോ അതുകൊണ്ട് അവർ ഫ്രീ ആയിട്ട് വെൽക്കം ഡ്രിങ്ക് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെയുള്ള കടയിൽ കയറി ഡ്രിങ്ക് കുടിക്കാൻ പോവുകയാണ്. എന്താണ് കിട്ടുക നോക്കാം. ഫൈനലി റൂം കിട്ടി. മിറർ കുഞ്ഞു റൂമാണ്. ഇത് എവിടുന്ന് തിരിക്കുന്ന? അവിടെ ഇതാ ഞങ്ങളുടെ കൂടെ വന്നാള്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കുട്ടാ ബീച്ച് സ്ട്രീറ്റിലാണ്. ഇത് നമ്മുടെ ഒരു SM സ്ട്രീറ്റിന്റെ ഒക്കെ പോലെ ഒരു സെറ്റപ്പാണ്. 2 സൈഡിലും കടകളൊക്കെ ആയിട്ട്. ഒരു സൈഡ് ബീച്ച്, ഒരു സൈഡ് സാധനങ്ങൾ. ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ടെംപ്റ്റിങ് വരും ഇതൊക്കെ വാങ്ങിക്കാം. പക്ഷെ ആക്ച്വലി ഇതിലൊന്നും ഒരു കാര്യമില്ല, ഒന്നും ക്വാളിറ്റിയില്ല. ചുമ്മാ നമുക്ക് വാങ്ങിക്കാൻ നമ്മളെ പെട്ടെന്നൊരു പ്രകോപിപ്പിക്കുന്നല്ലാതെ ഇതൊന്നും അങ്ങനെ ഭയങ്കര ക്വാളിറ്റി സെറ്റപ്പ് ഐറ്റംസ് ഒന്നും അല്ല. പിന്നെ ഈ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ അവരുടെ ആ ഡോളറിന്റെ ഒരു ഇത് വെച്ചിട്ട് അവർക്കിത് ഭയങ്കര ചീപ്പാണ്. സോ അവർ വാങ്ങിക്കൊണ്ടു. ബട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കറൻസി വെച്ചിട്ട് ഇതൊന്നും ഒരു ചീപ്പല്ല. ഇതാണ് ഫേമസ് കുട്ടാ ബീച്ച്. കയറി വരുമ്പോൾ തന്നെ വലിയ ഗേറ്റ് പോലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ കുറേ നേരം ഇരുന്ന് സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അവിടെ ഒരു നല്ല ക്യൂട്ട് പപ്പീനെ കണ്ടത്. അതിന് പോയി ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് തടവിയൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു. അപ്പോഴേക്കും സമയം ഒരുപാടായി. പാൻഡായ് കുട്ട. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് നനകയുടെ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് റോക്ക് കഫേ, ബാലിയിലെ ഹാർഡ് റോക്ക് കഫേയിലേക്ക് പോയി. ഞാൻ ആദ്യമായിട്ടാണ് ആ കഫേ പോകുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഹാർഡ് റോക്ക് കഫേ എന്നത് ഫസ്റ്റ് ടൈം എന്നെപ്പോലെ കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ഹാർഡ് റോക്ക് കഫേ എന്ന് പറയുന്നത് സാധാരണ മ്യൂസിക് ക്ലബ്ബ് പോലെയല്ല. ഇവിടെ നമ്മൾ എന്താ പറയുക, നല്ല പോപ്പുലർ ആയിട്ടുള്ള ബാൻഡ്സ് വന്നിട്ട് ലൈവ് പെർഫോമൻസ് നടത്തുന്ന ഒരു കടയാണ്, ഒരു കഫേ. പിന്നെ ഇവിടെ പെർഫോം ചെയ്യുന്നവരുടെ ആ ബാൻഡിലെ ആൾക്കാരുടെ ഓരോ ആക്സസറീസ് ഇവിടെ മൊത്തം കാണാൻ സാധിക്കും. ആക്സസറീസ് എന്ന് പറയുമ്പോൾ ചെരുപ്പ്, ഡ്രസ്സ്, ഗിറ്റാർ അല്ലെ അങ്ങനെ എന്തെങ്കിലും അവരുടേതായ ഒരു ഐറ്റംസ് അവിടെ നമ്മൾ വാളിൽ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക സിനിമയിലെ അതിലെ ക്ലൈമാക്സ് ഫൈറ്റ് നടന്നിട്ടുള്ളതും ഒരു ഹാർഡ് റോക്ക് കഫേയിലാണ്, ബാംഗ്ലൂരിലുള്ള ഹാർഡ് റോക്ക് കഫേയിൽ. പിന്നെ ഈ കട ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഞങ്ങളുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷനും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിയേട്ടൻ അനഘയുടെ ഹസ്ബൻഡ് സർപ്രൈസ് പ്ലാൻ ചെയ്ത് അവള് സ്റ്റേജിലേക്ക് പെർഫോമേഴ്സ് സ്റ്റേജിലേക്കൊക്കെ വിളിച്ച് അവിടെ നിന്നൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്തു. ആ വീഡിയോസൊക്കെ കാണാം.
മോർണിംഗ്. ഇപ്പോൾ ഇവിടെ സമയം 5:15 AM. ഞങ്ങൾ ഇവിടെ നിന്ന് കുട്ടയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഫിലിപ്പീൻസ് ആണ്. അപ്പോൾ ഒരു ഏകദേശം 3 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. ബട്ട് മനിലയിൽ 1 hour ഓവർ ഉണ്ട്. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇത്രയും രാവിലെ എണീറ്റ് എന്തോ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബട്ട് ഇറങ്ങാം. ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് 200 lakhs അല്ലേ? 2 lakh, സോറി. ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് 2 lakhs ആണ്. അത് ഭയങ്കര കൂടുതലാണ്. ബിക്കോസ് എയർപോർട്ടിലേക്ക് ഇത്ര ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ് അത്രയും ചാർജ്. അപ്പോൾ അത് ഓൾറെഡി ഇന്നലെ കൊടുത്തു വെക്കണമായിരുന്നു. കൊടുത്തു വെച്ചു. നമ്മൾ പോവാണ്. ഫിലിപ്പീൻസിലെ ബൊറാക്കായ് ഐലൻഡിലെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.